പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇപ്പോൾ സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ പോലും കാസ്പിയൻ കടലിലേക്ക് അടക്കം ഉക്രൈൻ ആക്രമണം ഇറാന്റെ കപ്പലിന് നേരെ നടത്തുന്നത് ഒക്കെ ഒരു വീണ്ടും അശാന്തിയിലേക്ക് പോകാനുള്ള സാധ്യതയാണോ പറയുന്നത്? റോബിൻ, നമ്മളിപ്പോൾ പശ്ചിമേഷ്യയിൽ ഒരു സാഹചര്യം നോക്കുകയാണ് എങ്കിൽ 13 ദിവസങ്ങൾക്ക് ശേഷം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വലിയൊരു ആക്രമണം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്ക ഔദ്യോഗികമായിട്ട് യുദ്ധം നിർത്തുന്നതായിട്ടോ അല്ലെങ്കിൽ വെടിനിർത്തൽ നിലവിൽ വന്നതായിട്ടോ യാതൊരു വിധത്തിലും പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ ട്രംപ് ജസ്റ്റ് ഇങ്ങനെ ഒരു താൽക്കാലിക വിരാമം പോലെ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയിൽ സൂചിപ്പിച്ചു എന്നല്ലാതെ ഒരു ഔദ്യോഗികമായിട്ടുള്ള വെടിനിർത്തലോ അല്ലെങ്കിൽ യുദ്ധവിരാമമോ ഒന്നും നിലവിൽ വന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കണ്ടിന്യൂസ് 13 ദിവസം അറ്റാക്ക് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു ഇടവേള ഇപ്പോൾ വന്നിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഒരു കപ്പൽ ഇറാൻ ഹോർമുസിൽ നിക്ഷേപിച്ചിരുന്ന ഒരു മൈനിൽ തട്ടി ഒരു കപ്പൽ പൂർണ്ണമായും തകർന്നു എന്നുള്ള വാർത്ത ഇറാന്റെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് മറ്റ് രാജ്യങ്ങൾ, അമേരിക്ക അടക്കമുള്ള മറ്റ് രാജ്യങ്ങൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല എന്നതും ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അത് ഒരുപക്ഷെ കടലിടുക്ക് വഴി, അതായത് ഹോർമുസിൽ ഇറാൻ പറയുന്ന വഴിയിലൂടെ അല്ലാതെ അതിന് പുറമെ മറ്റു വഴിയിലൂടെ സഞ്ചരിച്ച കപ്പലാണ് തകർന്നതെന്നാണ് ഇറാന്റെ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ അതൊരു ഭയപ്പെടുത്താനുള്ള ഒരു നീക്കമായിട്ടാണ് ചില നിരീക്ഷകർ വിലയിരുത്തുന്നത്. കാരണം ഇറാൻ പറയുന്ന വഴിയിലൂടെ പോയില്ല എങ്കിൽ ഇതുപോലൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ചിത്രം അവിടെ വരുത്താനുള്ള ഒരു ശ്രമമായിട്ട് നിരീക്ഷകർ പറയുന്നുണ്ട്. അത് ഒരുപക്ഷെ ശരിയാകാം. ഇതുപോലൊരു ആക്രമണം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇതുപോലൊരു സംഘർഷ സാധ്യത നിലനിൽക്കുമ്പോൾ അവിടെ മൈനുകൾ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ അമേരിക്ക തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ അത് ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ അതുപോലെ ഒരു അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് ഇപ്പോൾ മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന്, ഗൾഫ് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ അമേരിക്ക, ഒമാൻ പോലുള്ള രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷെ ഇറാൻ പറയുന്ന ഒരു കപ്പൽ അവിടെ ആക്രമിക്കപ്പെട്ടു, അത് മൈനിൽ തട്ടി പൂർണ്ണമായും തകർന്നു, തരിപ്പണമായി എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റോബിൻ പറഞ്ഞതുപോലെ ഉക്രൈന്റെ ഭാഗത്തു നിന്നും ഒരു ഇറാൻ കപ്പൽ കാസ്പിയൻ കടലിൽ വെച്ചിട്ട് ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഉക്രൈൻ ഒരുപക്ഷെ അത് ഔദ്യോഗികമായിട്ട് അതിനെക്കുറിച്ച് ഉക്രൈൻ ഒരു പ്രസ്താവന ഒന്നും നടത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് അറിയാം, ഇപ്പോൾ ഉക്രൈനും ഒരു യുദ്ധമുഖത്താണ്, ഉക്രൈനും റഷ്യയുമായിട്ടുള്ള ഒരു സംഘർഷത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും അതിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, ഇറാന്റെ കപ്പൽ ആക്രമിച്ച സ്ഥിതിക്ക് ഇറാന്റെ കപ്പൽ ആക്രമിച്ചതിന്റെ പകരമായിട്ട് മറുപടി എന്തായാലും ഉക്രൈന് നൽകും, അത് കണ്ടില്ല എന്ന് വെക്കാൻ സാധിക്കില്ല. അതിനുള്ള മറുപടി എന്തായാലും ഉക്രൈന് ലഭിക്കും എന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന അബ്ബാസ് അറാഖ്ചി, അദ്ദേഹമാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രി ആണ് ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം ഇങ്ങനെ ഉരുത്തിരിഞ്ഞു നിൽക്കുന്നതിനോടൊപ്പം നമ്മൾ ചെങ്കടലിലേക്ക് പോവുകയാണെങ്കിൽ ചെങ്കടലിൽ സൗദിയുടെ കപ്പലുകൾ ഹൂതികൾ വീണ്ടും ആക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെയും ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. ഇതിനെല്ലാം നടുവിൽ ഒരു ശുഭ സൂചനയായിട്ട് സിറിയയും ഇസ്രായേലും തമ്മിൽ ഒരു സമാധാനത്തിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു വാർത്തയൊക്കെ വരുന്നു. അപ്പോൾ മൊത്തത്തിൽ പശ്ചിമേഷ്യയുടെ ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ അവിടെയും ഇവിടെയെല്ലാം സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നിലവിൽ പ്രത്യക്ഷത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വെടിനിർത്തലോ അല്ല എങ്കിൽ ഒരു നേരിട്ടുള്ള ഒരു അറ്റാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. പക്ഷെ എന്താകും എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എല്ലായിടത്തും ഒരു അശാന്തി തന്നെയാണ് നിലനിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അമേരിക്ക വ്യോമാക്രമണം നിർത്തിവെക്കുന്നത് വരെ തങ്ങളും, അതായത് അമേരിക്ക ഇനി ഇപ്പോൾ നിലവിൽ വ്യോമാക്രമണം താൽക്കാലികമായിട്ട് നിർത്തിയിരിക്കുകയാണ്, ഒരു പ്രസ്താവന ഒന്നുമില്ലാതെ ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തങ്ങളും ആക്രമിക്കില്ല. ഇനി എന്നാണോ അമേരിക്ക ആക്രമണം തുടങ്ങുന്നത് അതുവരെ തങ്ങളും ആക്രമണങ്ങളൊന്നുമായിട്ട് മുന്നോട്ട് പോവില്ല എന്നുള്ള ഒരു പ്രസ്താവനയും കൂടെ ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. അമേരിക്ക പറയുന്നത് ഇത് ഒരു നയതന്ത്ര പരിഹാരത്തിനുള്ള ശ്രമത്തിന് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സമയം, അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ബ്രേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു പ്രസ്താവനയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അത് ശക്തമായിട്ടുള്ള
ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു സൂചന തന്നെയാണ്. അപ്പോൾ ഈ ചർച്ചകൾക്ക് കൂടുതൽ അവസരം നൽകുന്നതിനായിട്ടാണ് ഇരു രാജ്യങ്ങളും ഈ താൽക്കാലികമായിട്ടുള്ള ഒരു പിന്മാറ്റം എന്നാണ് നമുക്ക് വിലയിരുത്തലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മറ്റൊരു വിഷയമാണ് ഇസ്രായേലുമായിട്ട് ഒരു സുരക്ഷാ കരാറിലെത്താൻ സിറിയ ശ്രമിക്കുകയാണ് എന്നുള്ള ഒരു വാർത്ത. അത് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു ഇന്റർനാഷണൽ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ആ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തിന്റെ പരമാധികാരവും ഗോലൻ കുന്നുകളിന്മേലുള്ള അവകാശവും പണയം വെക്കാതെ തന്നെ സമഗ്ര സമാധാനത്തിന് ഈ കരാർ വഴിയൊരുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം 3 സൈഡിലും ചുറ്റിക്കിടക്കുന്ന രാജ്യങ്ങളെല്ലാം ഇസ്രായേലുമായിട്ട് ശത്രുതയുള്ള രാജ്യങ്ങളാണ്. അത് പക്ഷേ അബ്രഹാം ഉടമ്പടി വന്നതിന് ശേഷം പതുക്കെ പതുക്കെ ഓരോ രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് നയതന്ത്ര ഉടമ്പടിയിൽ ഏർപ്പെടുകയും നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും അതുപോലെ ഫ്ലൈറ്റ് സർവീസുകൾ പോലും ആരംഭിക്കുന്ന അല്ലെങ്കിൽ ഈ യുദ്ധോപകരണങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക്, ഒരു കാലത്ത് ശത്രുത നിലനിന്നിരുന്ന രാജ്യങ്ങളിലേക്ക് ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യകളൊക്കെ എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയിരുന്നു. നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലേക്ക് അയൺ ഡോം അടക്കമുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള ആയുധങ്ങൾ ഇസ്രായേൽ നൽകുന്ന ഒരു സാഹചര്യം എത്തിയിരുന്നു. അതൊക്കെ ഈ അബ്രഹാം ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ അമേരിക്കയുമായിട്ട് നല്ല ബന്ധത്തിലുള്ള സിറിയ ഒരു പക്ഷേ ഇസ്രായേലുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലായിരിക്കും. പക്ഷെ അത് തങ്ങളുടെ അതിർത്തിയിലുള്ള തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ പരിഹരിച്ചുകൊണ്ടായിരിക്കുമെന്നാണ് സിറിയ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ, ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഒന്നും വന്നിട്ടില്ല എങ്കിൽ പോലും ഇതൊരു ശുഭ സൂചനയായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതുപോലെ ഒരു സാഹചര്യം അവിടെ വരികയാണെങ്കിൽ അത് വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ആ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ അമേരിക്കയുമായിട്ട് വളരെ അടുപ്പത്തിൽ നിൽക്കുന്ന സിറിയ എന്ന് പറയുന്ന ആ രാജ്യവും അതുപോലെ ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാരയും ഒക്കെ ഇപ്പോൾ വളരെ വലിയൊരു മാറ്റത്തിന്റെ പാതയിലാണ് എന്ന് അവിടുത്തെ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇസ്രായേലുമായിട്ടും കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹാരം കണ്ട് ഇസ്രായേലുമായിട്ട് ഒരു നയതന്ത്ര ബന്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ലെബനൻ പലതവണയും ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയുമായിട്ട് ചർച്ച നടത്തുകയും ലെബനന്റെ ഉള്ളിലുള്ള ഹിസ്ബുള്ള പോലുള്ള തീവ്രവാദ ശക്തികളെ ഇല്ലാതാക്കാൻ ലെബനൻ തന്നെ മുന്നോട്ടിറങ്ങുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുൻപ് കണ്ടതാണ്. അപ്പോൾ മൊത്തത്തിൽ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെ അമേരിക്കയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്കയുമായിട്ട് ചേർന്ന് വളരെ വലിയ ഒരു മുന്നേറ്റം, സമാധാനത്തിനായിട്ടുള്ള ഒരു വലിയൊരു മുന്നേറ്റം നടക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. പക്ഷെ യുദ്ധം മറുവശത്തും നടക്കുന്നുണ്ട്. അത് ഇറാനും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുമാണ് യുദ്ധം നടത്തുന്നത്, യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനിയൊരു സമാധാന ശ്രമത്തിനോ അല്ലെങ്കിൽ സമാധാന ചർച്ചകൾക്കോ ഒരു വഴി തെളിഞ്ഞില്ല എങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ, ഇപ്പോൾ തൽക്കാലം 13 ദിവസങ്ങൾക്ക് ശേഷം അമേരിക്ക തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു യുദ്ധം പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും തുടങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുമുണ്ട് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. റോബിൻ, ജോയ്സ്, മറ്റൊരു കാര്യം, ഈ ഹൂത്തിയും സൗദിയും തമ്മിലുള്ള ഒരു സംഘർഷം എങ്ങനെ മുന്നോട്ട് പോകും? യുദ്ധത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടോ? സൗദി ആരാംകോയിലേക്കൊക്കെ ആക്രമണം നടത്തുക എന്ന് പറയുമ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോൾ സൗദി അരാംകോ, ഇപ്പോൾ റോബിൻ സൂചിപ്പിച്ച പോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ അരാംകോ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളിൽ ഒന്നാണ്. അപ്പോൾ സൗദിയുടെ ഏറ്റവും വലിയ നട്ടലായിട്ടുള്ള ഒരു എണ്ണ കമ്പനി കൂടിയാണ്, സാമ്പത്തിക നട്ടലാണെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്ന ഒരു എണ്ണ കമ്പനി കൂടിയാണ് ഈ അരാംകോ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പ്രഹരം, അത് ഇതിനു മുൻപും പലതവണ ഈ അരാംകോയ്ക്കെതിരെ ഹൂതി ഭീകരന്മാരുടെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്, പല തവണ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇറാൻ ആണെങ്കിലും ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൗദിയുടെ ഒരു ആക്രമണത്തിന് ഒരു പരിധി വരെ തടസ്സം വെക്കുക, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി നിർത്തുക, അല്ലെങ്കിൽ സൗദിയുടെ ഒരു സാമ്പത്തിക നട്ടല് തകർക്കുക എന്നൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവര് അതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ സൗദി വളരെ ശക്തമായിട്ട് ഹൂതികൾക്കെതിരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിരുന്നു. അമേരിക്കയ്ക്ക് വ്യക്തമായിട്ടുള്ള പിന്തുണ നൽകുന്നുണ്ട് ഇറാൻ യുദ്ധത്തില്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനി മുന്നോട്ട് പോവുകയാണ്, ഇതുപോലുള്ള ആക്രമണങ്ങൾ മുന്നോട്ട് പോവുകയാണ്, സൗദിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെയൊക്കെ ആക്രമിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ വേറെ വഴിയില്ല. അതായത് സൗദിക്ക് പിടിച്ചു നിൽക്കാൻ വേറെ വഴിയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ സൗദി തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സൗദി തിരിച്ചടിക്കുക തന്നെ ചെയ്യും. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഈ ഹൂതികളെ നിലയ്ക്ക് നിർത്തേണ്ടത് സൗദിയുടെ ഒരു ആവശ്യമാണ്, സൗദിയുടെ ഒരു നിലനിൽപ്പിന്റെ ആവശ്യമാണ്, ചെങ്കടൽ തുറക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണ്, ഹോർമൂസ് തുറക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക, അതായത് ഈ ഹോർമൂസ് ചരക്ക് നീക്കങ്ങൾക്കുള്ള ഒരു ഗതാഗതത്തിന്
എന്നും ഒരു തടസ്സമില്ലാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നത് ലോക രാജ്യങ്ങളുടെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സൗദിയും ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്.